എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസഗുളയുടെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൽ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു നോക്കുക. അതിനുശേഷവും പാല് പിരിഞ്ഞു വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. പാലിവിടെ ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാറായിട്ടുണ്ട്. ഇതിനിയൊന്ന് അരിച്ചെടുക്കാം. തുണി പോലെ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലാണ് ഞാനിവിടെ അരിക്കുന്നത്. ചെറിയ കണ്ണിയുള്ള അരിപ്പയില്ലെങ്കിൽ ഒരു തുണിയിലേക്ക് അരിച്ചൊഴിക്കാം. ഇതുപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പല പ്രാവശ്യമായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇളക്കി ഒന്ന് അരിച്ചെടുക്കണം. പല പ്രാവശ്യമായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസഗുള ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ഇവിടെ ഇപ്പോൾ അരിപ്പയിലുള്ള വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റാം. കോട്ടൺ തുണിയിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് സമയം ഒന്ന് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു കോട്ടൺ തുണിയുടെ മുകളിലായിട്ട് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോഴേക്ക് ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വലിഞ്ഞു കിട്ടും. അതിനുശേഷം ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റിൽ കൂടുതൽ സമയം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. എത്ര ബലം പ്രയോഗിക്കാം അത്രയും ബലം പ്രയോഗിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ രസഗുളയുടെ മിക്സ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നെന്ന്. കൈകൊണ്ട് തൊടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അതുവരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. മിക്സ് നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ ഇത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിൽ വരും. ആ സമയമാകുമ്പോഴേക്ക് നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം. ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഇത് ബോളാക്കി എടുക്കുന്നത്. ഇതുപോലെ ബോളാക്കി എടുക്കുന്ന സമയത്ത് പൊട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ 1 ലിറ്റർ പാലിന് ഇത്രയും രസഗുളയുടെ ബോളുകൾ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബോളുകൾ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടലോ വിള്ളലോ ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരപ്പാനിയിലിടുന്ന സമയത്ത് ഇത് 2ആയിട്ട് പൊടിഞ്ഞു പോകും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പഞ്ചസാര പാനിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഇവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണ്ടവർക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി ഇതുപോലെയൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ബോളുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോളുകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരും. ആ സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ രസഗുള റെഡിയായിട്ട് കിട്ടും. 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് രസഗുളയൊക്കെ ഡബിൾ സൈസായിട്ട് കിട്ടും. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചെറിയ ചൂടോടുകൂടിയോ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമോ രസഗുള കഴിക്കാം. വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് രസഗുള ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.